ഹലോ ഫ്രണ്ട്സ്, ബ്ലോഗ്സ് ഓഫ് 90s പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ എടുത്തോ നമ്മുടെ കുറച്ച് ലേറ്റായി. സുഭിക്ഷയിൽ ചായ റൈറ്റില് ആ പെട്രോൾ പമ്പിന്റെ അവിടെ ലെഫ്റ്റ്. ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇവിടുന്ന് അടിച്ചു, നമുക്ക് അടുത്ത ടയറല്ലേ ഗേസ്. അപ്പൊ നമ്മുടെ വണ്ടി ടയർ ഇല്ലാത്തതുകൊണ്ട് എയർ അടിക്കാൻ പോവാണ് കേട്ടോ. കൊടുക്കണ്ടേ കുന്നംകുളങ്ങര ചായ രീതി ചെന്തുട്ട. കുന്നംകുളം എന്നുള്ള സ്ഥലത്തിന്റെ പേര് കുന്നംകുളങ്ങര എന്നാരുണ്ടാക്കി ഒരു പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുന്നോളം പഴയ ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് അല്ലേ? ഇന്നത്തെ ബില്ല് നീ കൊടുക്കണ എല്ലാ ഞായറാഴ്ച ഞാൻ തന്നെ കൊടുക്കാം. ഇന്ന് ചെപ്പി കൊടുക്കുക. കഴിഞ്ഞ ആഴ്ച ഞാനാ കൊടുത്തത്. ചലഞ്ച് വെക്കാൻ തയ്യാറാണോ? ചലഞ്ചാ? അതില് തോറ്റ് കഴിഞ്ഞാൽ അവര് പൈസ കൊടുക്കണം. അതൊന്നും പറ്റില്ല. എന്താ ചലഞ്ച് എന്താ പറയാ? അതായത് നമ്മളെ കൊണ്ട് പറ്റും പുഷപ്പ് അടിക്കാം. എന്റെ പുഷപ്പ് നീ കേട്ടിട്ടില്ലേ? ഈ ജിമ്മിൽ പോണതല്ലേ? ഏറ്റവും കുറവ് പുഷപ്പ് എടുക്കുന്ന ആള് ബില്ല് കൊടുക്കുക. കുറവ് കൂടുതലാണെന്ന് ഞാൻ ആരും ചെയ്യില്ലല്ലോ. ഏറ്റവും കുറവ് പുഷപ്പ് എടുക്കുന്ന ആള് ചായക്ക് നല്ല വെട്ടി വഴങ്ങാം. കൊറേ പൈസ അടിക്കാം. നീ അത് കൊടുക്കണം കേട്ടോ. പുറത്തല്ലേ? ഓക്കെ ശരി ശരി. പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീസ് ഇല്ലാന്ന് മാത്രം. ഹരിതകർമ്മന്റെ വണ്ടികളുണ്ടല്ലോ. അതിന്റെ മുകളിലോട്ട് കൊണ്ടുപോയി കുത്തല്ലേ? ഞാൻ ഇവിടെ പാർക്ക് ചെയ്യാന്ന് പറയാം. ഈ ചേച്ചിയോട് ഇവിടെ നിർത്താന്ന് പറയാം. അങ്ങനെ നമ്മൾ സുഭിക്ഷ ഹോട്ടലിൽ എത്തിയിരിക്കുന്നത് കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ സുഭിക്ഷ ഹോട്ടലാണിട്ടത്. ഇവിടെ എല്ലാ ഐറ്റംസിനും റേറ്റ് കുറവാണ്. മസാല ദോശയ്ക്ക് 30 രൂപയോളം, നെയ് റോസ്റ്റ് 20 രൂപ, എല്ലാം റേറ്റ് കുറവാണ്. അല്ല നമുക്കുള്ള ചായ ആയിട്ട് വരികയാണ് കേട്ടോ. അത് സർവറല്ല, നമ്മുടെ പയ്യനാണ്. മസാല പറഞ്ഞിട്ട് ഇപ്പോൾ സംഭവം ഇതുവരെയൊക്കെ ആയെങ്കിലും ഇതുവരെ ചായക്കട ബില്ലിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പൊ പിള്ളേര് ഇത് ഇപ്പൊ ഇന്ന് തീരുമാനമൊക്കെ വെച്ച് നിൽക്കുക. നാളെ എന്തായാലും പണിക്ക് പോണ്ടേ. അപ്പൊ ഓക്കെ, തുടങ്ങിക്കോ. അതെ, പോരട്ടെ പോരട്ടെ പോരട്ടെ. രണ്ടുപേരും വിട്ടുകൊടുക്കണ ഇതില്ല കേട്ടാ. രണ്ടുപേരും വിട്ടുകൊടുക്കാന്നില്ല. എണ്ണാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാക്സിമം ആരടിക്കണം നോക്കട്ടെ. ലാസ്റ്റ് എണ്ണി നോക്കാം. അപ്പൊ കണ്ണട വെച്ച് ചെയ്യുമ്പോ തെഞ്ചു കുമാരടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കി വേട്ടേട്ടാ. പൈസ കൊടുത്ത് ക്ഷീണിച്ചിട്ടൊരു മഹാവലി. അപ്പൊ നമ്മുടെ ചായ കൂടി കഴിഞ്ഞിട്ടാ. ഇനി നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. എവിടേക്കാ പോണേ? ഇനി എവിടേക്കാ അടുത്ത യാത്ര?
ട്രിം ചെയ്യണം ഒന്ന് പോയിട്ട്. താടി മുടി താടി ഒന്ന് ട്രിം ചെയ്യണം. പിന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ആനക്ക് സൈഡ് തന്നെ എടുക്കണം. അന്റെ സൈഡ് കൂടെ നീ മറ്റേ സാധനം എടുത്തിട്ട് വെച്ചോ. കഴിഞ്ഞ പ്രാവശ്യം തൊട്ടപ്പോഴേ 40 രൂപയാണ് നിനക്ക് നല്ലത്. ട്രിം നല്ലത്. അതൊക്കെ കിട്ടിയിട്ടാന്ന് പറയാൻ പറ്റില്ല. റംബൂട്ടാനൊക്കെ മേടിക്കാൻ കിട്ടൂട്ടോ കൊന്നോളത്ത്. ഇതിപ്പോ എവിടേക്ക് കേച്ചരിക്കാ പോണ്? കാണിപ്പേരിക്ക കാണിപ്പേര്. ആ ഓക്കെ. ഹൈവേ പോലീസ് പോലീസ് പിടിച്ചില്ല. അവൻ മുടി വെട്ടണ സ്പോട്ടിലെത്തില്ല. മുടി വെട്ടിയാടാ. ഹിന്ദിക്കാരനാണ്, ബട്ട് അടിപൊളി മുടി വെട്ടിയാനാട്ടാ. അവിടെ തിരക്കാന്നാ തോന്നുന്നു. ചെക്കൻ പെട്ടു. ഉള്ളി കറിയുണ്ട്. മുടുക്കനായി മുടുക്കനായി. ജിബി ഒരു പാട്ട് പാടാ. ഏതേലൊക്കെ പാടും. എന്താണത്? എന്തായി? എല്ലാമേ പോച്ച്. അവ വന്ന് വരവേണ്ടത്